നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മാർച്ച് മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രക്കാരും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 14-ാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ആദ്യം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. മടിച്ചു നിന്നിരുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാതെ തിന്നിരുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ഇവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടക്ക ദിവസം ഇവർ സന്നദ്ധരാകുന്നു. അതിനുവേണ്ടി ഊർജ്ജസ്വലമായി അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നു. അതൊരു പക്ഷേ ലാഭകരമായ ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെയോ സഹോദര സ്ഥാനത്തുള്ളവർക്കോ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സഹായമാവാം. എന്തായാലും അങ്ങനെയാണ് ഈ ആഴ്ച മേടക്കൂർ നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ദിവസം വളരെ ആനന്ദകരമായി, വളരെ സന്തോഷകരമായി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സുമായി തുടങ്ങുന്നു. തൊട്ടടുത്ത ദിവസങ്ങളും കർമ്മരംഗത്ത് വലിയ ദോഷങ്ങളൊന്നുമില്ലെങ്കിലും മാതാവിന് ചെറിയ ചില അവശതയോ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ചെറിയ ചില പാകപ്പിഴകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ മാതാവോ പിതാവോ ഇവരുമൊത്തുള്ള യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വയോധിക പ്രായമുള്ള ആൾക്കാരുമായി സഞ്ചരിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. തൊട്ടടുത്തുള്ള ദിവസങ്ങൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. പ്രവർത്തന സ്ഥലങ്ങളിൽ എവിടെ ഇടപെടുന്നു അവരോടൊക്കെ അന്ന് ചിലപ്പോൾ അല്പം വികാരാവേശത്താൽ സംസാരിക്കുന്നതിനാലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ തിങ്കൾ ചൊവ്വ അതുപോലെ തന്നെ ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ട് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ദോഷമൊന്നും കാണുന്നില്ല. തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കാനും അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇവർക്ക് ഗുണകരമായ സാമ്പത്തിക ലാഭം കിട്ടുവാനും ഒക്കെ ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ദോഷങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആൾക്കാരുമായി ഇടപെടുമ്പോഴും അത് ഓഫീസിലായാലും ശരി, പ്രവർത്തന രംഗത്തായാലും ശരി, അതല്ല സ്വന്തം വീട്ടിലായാലും ശരി ശ്രദ്ധിക്കണം. മാതാവുമൊത്ത് യാത്ര ചെയ്യുമ്പോഴോ മാതാവിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. മാതാവ് എന്ന് മാത്രം ചിന്തിക്കേണ്ട, രക്ഷാകർതൃസ്ഥാനത്തുള്ള ആരോടും ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാം. എന്നാൽ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങൾ താരതമ്യേന ഗുണമായിട്ടാണ് കാണുന്നത്. എന്നാൽ പോലും സാമ്പത്തികമായിട്ട് അധിക ചെലവിൻ്റെ ദിവസങ്ങളായി കാണുന്നു. സന്താനങ്ങൾക്ക് ചെറിയ പ്രശ്നമോ അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ആശങ്കകൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൊട്ട് വളരെയധികം ഗുണമാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ കാലമായി ഇവരുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ സാധിക്കുന്നു. സാമ്പത്തികമായി എന്തെങ്കിലും പരാധീനതയോ പ്രശ്നങ്ങളോ ഉള്ള ഈ നക്ഷത്രക്കാർക്ക് ഈ അവസാന ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. കടബാധ്യതയിൽ നിന്നും മോചനം, തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തങ്ങളിൽ നിന്ന്, അതായത് ഈ മേടക്കൂർ നക്ഷത്രക്കാരിൽ നിന്ന് നഷ്ടപ്പെടുത്തുകയോ കൊണ്ടുപോവുകയോ മോഷ്ടിക്കപ്പെടുകയോ അല്ലാതെ തന്നെ നഷ്ടപ്പെടുകയോ ചെയ്ത കാര്യങ്ങൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ തിരിച്ചു കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വർത്തമാനം കേൾക്കാനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി സാമ്പത്തിക സഹായം ലഭ്യമാകാം. കടബാധ്യത, തങ്ങൾക്കുണ്ടായിരുന്ന കടത്തിൽ കുറച്ചെങ്കിലും ആശ്വാസമുണ്ടാകാം. മറ്റുള്ളവർ തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോയിരിക്കുന്ന പണം തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട്. വായ്പകൾ അനുവദിച്ചു കിട്ടുന്ന സ്ഥാപനങ്ങളിൽ നിന്നും അത് അനുവദിച്ചു കിട്ടുന്നതുമായി അനുകൂലമായ വാർത്തകൾ കേൾക്കാനും ഇടയാകുന്നു. ഉദര സംബന്ധമായ രോഗവും അതുപോലെ തന്നെ മാതാവുമൊത്ത് സഞ്ചരിക്കുമ്പോഴുണ്ടാകാവുന്ന ചില അപകട സാധ്യതകളുമാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ശ്വാസകോശം, ത്വക്ക് സംബന്ധമായ രോഗം, അതുപോലെ തന്നെ ഉദരം, ഈ ഭാഗത്തൊക്കെ ചെറിയ അവശതകൾ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 9-ാം തീയതി സന്ധ്യ വരെ ഗുണമാണ്. അത് കഴിഞ്ഞാൽ 14 ഉച്ചയ്ക്ക് ശേഷം 15 ഗുണകരമാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ ഭാഗം, രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. അതുപോലെ സൗമ്യമായ പെരുമാറ്റത്തിന് ഒരുപാട് ഗുണം കിട്ടുന്ന ദിവസമാണ്. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്കത്തെ 3 ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തികമായ ലാഭവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലമായി തങ്ങളുടെ പങ്കാളിത്തം ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നത് വലിയ പ്രയോജനകരമായൊരവസ്ഥ. ഭാവിയിലെ ഇവരുടെ കർമ്മരംഗത്ത് ഉള്ള ചില അഷുറൻസിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായ ലാഭത്തിനും സാധ്യതയുണ്ട്. സഹോദര സ്ഥാനത്തുള്ളവർ, ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ ഇവരുമായി ഒത്തുചേർന്നുള്ള സംരംഭങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ സഹായത്താൽ തുടങ്ങുന്ന കാര്യങ്ങളോ ഒക്കെ വിജയത്തിലെത്തുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് മാനസിക സന്തോഷം ലഭിക്കുന്നു. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നു. ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട
സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, അത്തരം വാർത്തകൾ കേൾക്കുന്നു. സാമ്പത്തികമായി കടം ചോദിച്ചിരുന്നവരും അതുപോലെ തന്നെ സാമ്പത്തികമായി സഹായിക്കാമെന്ന് ഏറ്റിരുന്നവരും ചിലപ്പോൾ വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നവർക്ക് കാലതാമസം കൊണ്ട് തരാൻ സാധിക്കാതെ ഇരുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നിരിക്കാം. അതിന് ഒരു മാറ്റം വരുന്നിരുന്നു. കുറച്ചുകൂടി ഉറപ്പ് കിട്ടുന്നു തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പണത്തെക്കുറിച്ചോ മറ്റു സൗകര്യങ്ങളെക്കുറിച്ചോ. അത്തരം ഉറപ്പിന്മേൽ ഇവർക്ക് മാനസിക സന്തോഷം ലഭിക്കുന്നതുമാണ്. പെട്ടെന്ന് ചില തീരുമാനങ്ങൾ ഇവർ കൈക്കൊള്ളുന്നു. പ്രത്യേകിച്ചും ഭാവിയെക്കുറിച്ചും അതുപോലെ തങ്ങളുടെ കർമ്മരംഗത്തെക്കുറിച്ചുമൊക്കെ ചില മാറ്റങ്ങൾ ആലോചിച്ചുകൊണ്ട് വരുന്നു. ആ മാറ്റങ്ങളൊക്കെ തന്നെയും ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ്. ശ്രദ്ധിക്കേണ്ടത്, ഇവർ ജലജന്യമായ അസുഖങ്ങൾ ഇവരെ ബാധിക്കാം. ഇപ്പോഴുണ്ടാകുന്ന ചൂടും പെട്ടെന്ന് ഇടയ്ക്ക് വരുന്ന മഴയും മഞ്ഞും എല്ലാം കൂടെ ചേർന്ന് ക്ലൈമാറ്റിക് കണ്ടീഷൻ ഇവർക്ക് മുഖം, തൊണ്ട, ചെവി, കണ്ണ്, മൂക്ക് ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അലോസരങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അലർജി അസുഖങ്ങൾ എന്ന് വേണമെങ്കിലും അതിനെ വിശേഷിപ്പിക്കാം. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ മുഖത്ത്, ശബ്ദത്തിന് ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ണുകളും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി പൊതുവെ ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നുണ്ട്. തൊട്ടടുത്ത ചങ്ങാതിയുമായോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുമായിട്ടോ അഭിപ്രായ വ്യത്യാസങ്ങൾ ആഴ്ചയുടെ തുടക്ക ദിവസത്തിലുണ്ടാകാം. എന്നാലും അത് പിന്നീട് മാറും. അതുപോലെ അയൽക്കാരുമായി ഇടപെടുമ്പോഴും ശ്രദ്ധിക്കണം. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബാക്കി കാര്യങ്ങളൊന്നും വലിയ ദോഷങ്ങളല്ല കാണുന്നത്. ആഴ്ചയുടെ അവസാനത്തെ 1.5 ദിവസത്തോളം, അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകമായി ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്കത്ര നല്ലതല്ല. മാത്രമല്ല, ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ നേടിയിരുന്ന സാമ്പത്തിക ലാഭവും പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടിയിരുന്ന സന്തോഷവുമൊക്കെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങൾ കാര്യങ്ങൾ വീണ്ടും ഗുണകരമായിട്ട് വരും. ഇങ്ങനെ മാറിയും മറിഞ്ഞുമാണല്ലോ ഓരോ ദിവസവും കടന്നു പോവുക. അതുകൊണ്ട് ഒന്നും ശാശ്വതമല്ല. അതുകൊണ്ട് ദോഷവുമായാലും ശരി, ആനന്ദവുമായാലും ശരി, എല്ലാം നമുക്ക് ഗുണകരമായിട്ട് വരും, പിന്നീട് ദോഷകരമായിട്ട് വരും, വീണ്ടും ഗുണമായിട്ട് വരും. ഇങ്ങനെ കടൽ തിരമാലകൾ പോലെ കാലം നമ്മുടെ മുമ്പിൽ കളിച്ചുകൊണ്ടേയിരിക്കും. ആ കാര്യം പ്രത്യേകമായി ഓർക്കുക. എന്തായാലും ആഴ്ചയുടെ 3-4 ദിവസങ്ങൾ, പ്രത്യേകിച്ചും തുടക്കം തൊട്ട് വലിയ ദോഷങ്ങളൊന്നും ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നില്ല. ഞാൻ ദോഷത്തിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യം പറഞ്ഞു. മുഖം ഉൾപ്പെടെയുള്ള ഭാഗത്ത് ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 9-ാം തീയതി സന്ധ്യയ്ക്ക് ശേഷം 10, 11 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രധാനമായി നാം ചിന്തിക്കേണ്ടത് തുടക്ക ദിവസവും തൊട്ടടുത്ത ദിവസവും വളരെ ഗുണകരമാണ്. പക്ഷേ പിന്നീട് ഇവർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം സന്തോഷത്തിൻ്റെ കാര്യം തന്നെ പറയാം. തുടക്ക ദിവസം ഇവർക്ക് വളരെ നല്ലതാണ്. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആരോഗ്യവും ആനന്ദവും തോന്നുന്ന ദിവസം. അതുകൊണ്ട് തന്നെ വളരെ ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു. തിങ്കളാഴ്ച മുതൽ പ്രവൃത്തി ദിവസമാണ്, ഞായറാഴ്ച റെസ്റ്റാണ്. എന്നാലും പൊതുവെ ഇപ്പോൾ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നവരുണ്ട്. അത്തരം ഗണത്തിൽപ്പെടുന്നവർക്കാണെങ്കിൽ ഈ മിഥുനക്കൂറുകാർ, നക്ഷത്രക്കാർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വളരെ ഗുണകരമാണ്. കർമ്മരംഗത്ത് അവർക്ക് അന്ന് നന്നായി ശോഭിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. സാമ്പത്തികമായ വരുമാനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന സംരംഭങ്ങളുടെ കാര്യത്തിലും വളരെ ഗുണമാണ്. ചില യാത്രകൾ ചിലപ്പോൾ തിങ്കളാഴ്ച വളരെ ഗുണം ചെയ്തേക്കും. അതുപോലെ ഏറ്റവും അടുത്ത സുഹൃത്തും ഒന്നിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് ഗുണകരമായ ഒരു അവസ്ഥയാണ് കാണുന്നത്. പൊതുവെ തൊഴിൽ രംഗത്ത് ഇവരുടെ സാന്നിധ്യം വളരെ പ്രകീർത്തിക്കപ്പെടുകയും വളരെ സന്തോഷം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. സാമ്പത്തികമായ കാര്യത്തിലും വലിയ ദോഷമില്ല. പിന്നീട് ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളും വളരെ ഊർജ്ജസ്വലമായാണ് കർമ്മരംഗത്ത് ഇവർ ശോഭിക്കുന്നത്. സാമ്പത്തികമായ ലാഭവും പൊതുവെയുള്ള ഗുണവും ഇവർക്ക് ആനന്ദകരമായിട്ട് വരുന്നു. ഏറ്റവും സൂക്ഷിക്കേണ്ടത് ചില യാത്രകൾ, പെട്ടെന്ന് അന്ന് പോയി അന്ന് തന്നെ തിരിച്ചു വരുന്ന ചില യാത്രകൾ ഇവർ വളരെ സൂക്ഷിക്കണമെന്ന് കാണുന്നു. ശാരീരികമായ അവശതയോ മറ്റെന്തെങ്കിലും ദോഷമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ചില അപവാദങ്ങളിൽ ചെന്നുപെടാം. അതും വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെ അതിന് കാരണക്കാരാവുകയും ചെയ്യും. ഒരു കാരണവും ഉണ്ടാവില്ല, അല്ലെങ്കിൽ സത്യസന്ധത ഒന്നും അതിൽ ഉണ്ടാവണമെന്നില്ല. എന്നാലും ഒരു പുകമറ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും. അത് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. സാമ്പത്തികമായിട്ട് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. വലിയ ലാഭമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ പകുതിക്ക് മുമ്പുള്ള ദിവസങ്ങൾ വളരെ ഗുണമാണ്. പകുതിക്ക് ശേഷം പ്രത്യേകിച്ചും വെള്ളി, ശനി ദിവസങ്ങൾ സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവിൻ്റെ ദിവസങ്ങളായി കണക്കാക്കണം. അങ്ങനെയും കാണുന്നുണ്ട്. ശാരീരികമായ അവശത ഇവരെ സംബന്ധിച്ചിടത്തോളം വരാൻ സാധ്യത കൂടുതലും.
ഈ ഉദരം, നട്ടെല്ല് ഭാഗങ്ങളും തുട, അതുപോലെ തന്നെ കാൽമുട്ട് ഭാഗങ്ങളിലുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ത്വക്ക് സംബന്ധമായ രോഗമോ മുറിവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻറ്റേർണൽ ബേണിംഗ് പോലെയൊക്കെയുള്ള തോന്നലോ ഉണ്ടാകാം. ജോയിൻറ്റ് പെയിൻസൊക്കെ ഉണ്ടാകാം. പ്രായഭേദമനുസരിച്ച് അതിന് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് മാത്രം. എന്തായാലും അവശതകൾ ആ നിലയിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 9 സന്ധ്യ വരെ നല്ലതാണ്. തിരിച്ച് 12, 13, 14 ഉച്ച വരെയും ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ തടസ്സം തന്നെയാണ്. ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് അധിക ചെലവിൻ്റെ ദിവസമായി കാണുന്നു. വ്യർത്ഥമല്ലാത്ത ചില കാര്യങ്ങളിൽ, ഗുണമില്ലാത്ത ചില കാര്യങ്ങളിൽ പങ്കുകൊള്ളേണ്ടി വരിക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം ചിലവഴിക്കേണ്ടി വരിക, അനാമത്ത് ചിലവ് എന്നൊക്കെ പറയാം. തനിക്ക് പ്രയോജനമില്ലാത്ത കാര്യത്തിന് പണം ചിലവഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് തുടക്ക ദിവസം. അതുപോലെ തന്നെ ജലവുമായി ബന്ധപ്പെട്ട്, അതായത് ശരീരത്തിൽ ജലം കുറഞ്ഞതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആന്തരികമായ ചൂടുവർധനയോ അല്ലെങ്കിൽ ഡ്രൈനസ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. അത് ത്വക്കിനെയും ഒക്കെ ബാധിക്കാം. അതുപോലെ തന്നെ കണ്ണുകൾ, നാവ്, ഈ ഭാഗത്തൊക്കെ ചെറിയ ഡ്രൈനസ് മൂലം ഉണ്ടാകാവുന്ന ചെറിയ അവശതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം ജലം കുടിക്കുക, ആന്തരികമായ ചൂട് ശമിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുക. അധിക ചൂട് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സംബന്ധമായ അത്തരം കാര്യങ്ങളാണ്. അതുപോലെ ചൊവ്വ 12-ൽ നിൽക്കുന്നതിന് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും ഉപയോഗിക്കുമ്പോഴും, അതുപോലെ തന്നെ ഉയരങ്ങളിൽ പടികൾക്ക് മുകളിൽ നിൽക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഒക്കെ തന്നെ തെന്നി വീഴാൻ സാധ്യതയുള്ള നിലത്ത് സഞ്ചരിക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഇവർ എപ്പോൾ വേണോ ഒരു അപകട സാധ്യത കൂടെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ശാരീരികമായി അവശതകൾ ഉള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക. സാമ്പത്തികമായ ഒരു വരവിന് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. കാരണം വ്യാഴത്തിൻ്റെ 11-ലെ നില ഇവർക്ക് ഗുണകരമാണ്. അതുപോലെ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ആ കാര്യത്തിൽ ഗുണത്തെ ചെയ്യും. ബുധനും താരതമ്യേന അവിടെ ഗുണമാണ്. അതുകൊണ്ട് തന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിലും ആ വരുമാനം നൽകുന്ന ഭാഗ്യത്തിൻ്റെ കാര്യത്തിലും ഇവർക്ക് വലിയ ദോഷമൊന്നും കാണുന്നില്ല. ഇവർക്ക് ശാരീരികമായ അവശതയും അധിക ചെലവും, അതൊരു പക്ഷേ ആശുപത്രിവാസത്തിനോ സ്വന്തം മരുന്നുകൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾക്കോ ആഭ്യന്തരമായ അല്ലെങ്കിൽ സ്വന്തം ശാരീരികമായ അവസ്ഥയ്ക്കോ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള ചിലവ് തന്നെയാണ്. പക്ഷേ അധികമായി അത് നിൽക്കുന്നു എന്ന് മാത്രം. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. അമിത ലാഭം കാണുന്നു. അപ്രതീക്ഷിതമായ ധനസഹായങ്ങൾ വരുന്നതായി കാണുന്നു. കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9-ാം തീയതി സന്ധ്യയ്ക്ക് ശേഷം 10, 11, പിന്നെ 14 ഉച്ച കഴിഞ്ഞ് 15 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. വരുമാനം ലഭിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന കാര്യങ്ങളിലൊക്കെ തന്നെയും അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധമായും പ്രവർത്തിക്കാൻ ഇവരുടെ മനസ്സിന് പ്രേരണ നൽകുന്ന ദിവസങ്ങളാണ് ഈ ആഴ്ചയും തുടരുന്നത്. അത്തരം കാര്യങ്ങളിൽ യാതൊരു മാറ്റവും കാണുന്നില്ല. തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ എന്നാൽ ആ കർമ്മം ഏറ്റവും സത്യസന്ധമായി ചെയ്യുവാനുള്ള ഒരു സന്നദ്ധത ഈ ആഴ്ചയും ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പിന്തുടരുന്നു എന്നുള്ളതാണ് സത്യം. വ്യാഴം 10-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മരംഗത്ത് ഇവർക്ക് വിമർശനങ്ങളും അതുപോലെ തന്നെ വെല്ലുവിളികളും നേരിടേണ്ടതായി വരുന്നുണ്ട്. അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികമായ ഊർജം ഇവർക്ക് തൽക്കാലമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വലിയ ദോഷമൊന്നും കാണുന്നില്ല. ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ്റെയും ശുക്രൻ്റെയും നില ദോഷമൊന്നുമല്ല. പക്ഷേ അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും അതുപോലെ തന്നെ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതുവും 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയും സൂര്യനും തന്നെയാണ് ഇപ്പോഴും ദോഷത്തെ ഇവർക്ക് സമ്മാനിക്കുന്നത്. ദോഷം എന്ന് പറയുമ്പോൾ വ്യക്തിബന്ധങ്ങൾ, സമൂഹവും ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഈ നക്ഷത്രക്കാർ ഒരുമിച്ച് ചെയ്യുന്ന സംരംഭങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾ, സഹകരണ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളോ അഭിപ്രായ ഭിന്നതകളോ കലഹമോ മാറി നിൽക്കലോ ഉണ്ടായെന്നിരിക്കാം. പ്രത്യേകിച്ചും ജീവിത പങ്കാളിയുമൊത്തുള്ള കുടുംബ ബന്ധത്തിലും ഇത്തരം പ്രശ്നങ്ങൾ നിഴലിക്കാം. അത് ഒരുപക്ഷെ ഒരു കാരണവുമില്ലാതെ ആരെങ്കിലുമൊക്കെ സൃഷ്ടിക്കുന്ന പുകമറയുടെ പശ്ചാത്തലത്തിലാവാം അത്തരം വഴക്കുകൾ വരുന്നത്. വേരുകളൊന്നും തന്നെ കാണുകയില്ല. സത്യത്തിൻ്റെ വേരുകളൊന്നും തന്നെ ഇല്ലാതെ വെറും നിഴലിനെ ആശ്രയിച്ചുകൊണ്ട് ചിലർ തങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്കെതിരെ, ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് എതിരെ വിമർശനങ്ങളും പരിഹാസങ്ങളും തൊടുത്തുവിടാനുള്ള സാധ്യത ഈ ആഴ്ചയും കാണുന്നുണ്ട്.
അതിനെ അതിജീവിക്കുവാൻ മനസാന്നിധ്യം മാത്രമേ ഇവർക്ക് വഴിയുള്ളൂ. അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് അസാമാന്യമായ ബലം അത്തരം കാര്യങ്ങളിൽ നൽകും. അഷ്ടമ ബുധനും പഠിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ മറഞ്ഞ ബുധൻ നിറഞ്ഞ അറിവിനെ കൊടുക്കുമെന്ന പോലെ പഠിച്ച കാര്യങ്ങളും ജീവിതാനുഭവങ്ങൾ നൽകിയ പാഠങ്ങളും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എതിർത്തു നിൽക്കാനും അതിനെ കവച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള ഒരു മനോധൈര്യവും ശാരീരിക ധൈര്യവും ഇവർക്ക് സമ്മാനിക്കും. അഷ്ടമത്തിലെ രാഹുവിൻ്റെ മേൽ ഉച്ചനായി നിൽക്കുന്ന ശുക്രന് അമിത ബലമുണ്ട്. അതിനാൽ സ്വാഭാവികമായും ശുക്രൻ രാഹുവിൻ്റെ ദോഷത്തെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. അധമവർഗത്തിൽപ്പെട്ട സ്ത്രീയാണ് അവിടെ രാഹു. അധമ വർഗത്തിലല്ല, മറിച്ച് ശുക്രൻ ഉത്തമ സ്ത്രീയായി നിലകൊള്ളുന്നു. അപ്പോൾ തീർച്ചയായും അധമ വികാരങ്ങളെ അടിച്ചമർത്താൻ ഉത്തമ സ്ത്രീയായ ശുക്രന് സാധിക്കുന്നു എന്നത് ഏറ്റവും വലിയ ഒരു പരിഹാരം തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തങ്ങളെ തോൽപ്പിക്കുവാനോ വിമർശിക്കാനോ പരിഹസിക്കാനോ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് അപഹസിക്കാനോ ശ്രമിക്കുന്നവർക്ക് ഉത്തരം ദേവിയുടെ രൂപത്തിൽ തന്നെ അവർക്ക് കിട്ടപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ദോഷമൊന്നും സംഭവിക്കില്ല. മറിച്ച് അതിനു വേണ്ടിയുള്ള ശ്രമത്തിൽ മനസ്സ് വല്ലാതെ പങ്കിലപ്പെടാം, മനസ്സ് വല്ലാതെ ദുഃഖപ്പെടാം ചിങ്ങക്കൂറുകാർക്ക്. പത്താം കർമ്മഭാവവും അതുപോലെ തന്നെ വരുമാനത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള സത്യസന്ധമായ മനസ്സും ആണ് ഇവരെ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ നിലനിർത്തുന്ന മനോഭാവങ്ങൾ. അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറിന് അത്തരം കാര്യങ്ങളിൽ വലിയ ദോഷമുണ്ടാകില്ല എന്ന് ചിന്തിക്കണം. സാമ്പത്തികമായിട്ടും വലിയ ദോഷമുണ്ടാവില്ല. ശാരീരികമായി ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൽ അണുബാധയുണ്ടാകാനുള്ള സാധ്യത, ഉഷ്ണത്തിൻ്റെ ഫലമായി ആന്തരികമായ ചൂടിൻ്റെ ഫലമായി ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഉദരവുമായി ബന്ധപ്പെട്ടാണ് ഇവർക്കിപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യത. അർശസോ ഫിസ്റ്റുലയോ പോലെ അസുഖങ്ങളുള്ളവർക്ക് അത് മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണത്തിൻ്റെ എരിവ് അംശമുള്ള ഭക്ഷണവും പുളിവ് കൂടുതലുള്ള ഭക്ഷണവും ഒന്ന് നിയന്ത്രിക്കുക. അത് കഴിക്കുന്ന കാര്യത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക. ധാരാളം ജലം ഉള്ളിൽ ചെല്ലേണ്ട ആവശ്യകത ഇവരുടെ ശരീരത്തിനുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ ചില അസുഖങ്ങൾ ഇവരെ ഇപ്പോൾ ഇൻഫെക്ഷൻ്റെ രൂപത്തിൽ ബാധിക്കാനിടയുണ്ട്. പൂരം, മകം അതുപോലെ തന്നെ ഉത്രത്തിൻ്റെ കാൽഭാഗം നക്ഷത്രക്കാർക്ക്, ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9 നല്ല ദിവസമാണ്. 9 സന്ധ്യ വരെ. അത് കഴിഞ്ഞാൽ 12, 13, 14 ഉച്ച വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഒരു പാപഗ്രഹമാണെങ്കിലും 10ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് അമിതമായ ഒരു ഊർജ്ജസ്വലത ശരീരത്തിന് സമ്മാനിക്കും. ഏത് കാര്യവും അച്ചട്ടായിട്ട് നടത്താൻ, കൃത്യമായി നടത്താനുള്ള ഒരു പ്രേരണ നൽകും. എന്നാൽ അഷ്ടമാധിപത്യം ഈ ചൊവ്വയ്ക്കുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് തന്നെ ആവേശകരമായ ചില കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി ശരീരത്തിന് അപകട സാധ്യത ഉണ്ടാകാനും അവിടെ നിന്ന് ഏതെങ്കിലുമൊക്കെ കർമ്മരംഗത്തു നിന്ന് ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യത കൃത്യമായി കാണുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഓരോ കാര്യവും ചെയ്യുക. അമിതമായ ഒരു ആവേശം കർമ്മരംഗത്ത്, തൊഴിൽ രംഗത്ത്, പ്രവർത്തന രംഗത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയേണ്ടതുള്ളത്. ഈ 10ൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അധ്വാനം അതുപോലെ തന്നെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുമെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിന് എന്തെങ്കിലും തരത്തിലുള്ള മനോവ്യഥയോ ശാരീരിക വ്യഥയോ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും 10ൽ ചൊവ്വ നിൽക്കുമ്പോൾ പോലീസ്, പട്ടാളം, സർജൻ അതുപോലെ തന്നെ മികച്ച ഭരണാധികാരി ഈ മേഖലയിൽപ്പെട്ടവർക്കും നീതിന്യായ വകുപ്പിൽപ്പെട്ടവർക്കുമൊക്കെ തന്നെ അവരുടെ കർമ്മരംഗം കൂടുതൽ ശോഭനീയമാക്കാൻ സാധിക്കും. എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ കൃത്യമായി ചെയ്യുമ്പോഴും വിമർശനങ്ങൾ അവരുടെ പുറകെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഇത് ഏതൊരു സാധാരണക്കാരനും അല്ലെങ്കിൽ വലിയ നിലയിൽ അതിൻ്റെ ജോലി ചെയ്യുന്നവർക്കും എല്ലാം തന്നെ ഇതിൽ നിന്ന് വിമർശനങ്ങൾ കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ 9ൽ സഞ്ചരിക്കുന്ന വ്യാഴം സർവ്വകാര്യങ്ങൾക്കും ഒരു അനുഗ്രഹമായി നിൽക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും വലിയ മഴയത്ത് കുട ചൂടുന്നത് പോലെയുള്ള ഒരു അനുഗ്രഹം ഇവർക്ക് കൊടുക്കും. താൽക്കാലികമായിട്ടെങ്കിലും ഒരു രക്ഷ ഇവരിലുണ്ടാകും. ആ കാര്യം പ്രത്യേകമായി മറക്കാതിരിക്കുക. ബാക്കി ശുക്രൻ 7ൽ നിൽക്കുന്നത് ഇവർക്കത്ര നല്ലതല്ല. ബുധൻ്റെ 7ലെ നിലയും സാമാന്യം ദോഷമായിട്ടാണ് കാണുന്നത്. ഒപ്പം രാഹുവും നിൽക്കുന്നു. ശുക്രന് ഇവിടെ ഉച്ചബലമുള്ളതിനാൽ ഒരു ഗ്രഹം ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ നിന്നാൽ അത് സമ്മാനിക്കുന്ന ദോഷങ്ങളെ പറയരുത് എന്നാണ് പ്രമാണം. അത് വെച്ച് നോക്കുമ്പോൾ 7ലെ ശുക്രൻ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ ദോഷം വരുത്തില്ല എന്ന് ചിന്തിക്കണം. പക്ഷേ ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്നോ ദേശത്തോ നിന്നോ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കോ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയിട്ട് മാറി നിൽക്കേണ്ടതായി വരുന്നതായി കാണുന്നു. മാത്രമല്ല രാഹു 7ൽ നിൽക്കുന്നത് ശാരീരികമായി പ്രത്യേകിച്ചും ലോവർ അബ്ഡമിൻ ഭാഗങ്ങളും ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളിലുമൊക്കെ ത്വക്ക് സംബന്ധമായ രോഗമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ വരുത്താനുള്ള സാധ്യതയുണ്ട്.
ഓവറായിട്ട് ലസ്റ്റിയസ് ആയിട്ടുള്ള കാമാതുരമായ പ്രവർത്തനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് മോശം സമയമാണെന്നും ചിന്തിക്കുക. ചീത്തപ്പേരുണ്ടാകാം. അധമ ബന്ധങ്ങളിൽ നിന്ന് പണം, അതുപോലെ തന്നെ മാനം ഇവയൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഉദരം ശ്രദ്ധിക്കണം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉദരരോഗത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അഷ്ടമാധിപത്യം ചൊവ്വയ്ക്കുള്ളതുകൊണ്ട് സർജറി, മുറിവ് ഇതിനൊക്കെ സാധ്യത. അതുപോലെ തന്നെ 6-ൽ സൂര്യൻ നിൽക്കുന്നതിനാൽ, സൂര്യനും ശനിയും ഒരുമിച്ച് 6-ൽ സഞ്ചരിക്കുന്നതിനാൽ കടബാധ്യതയിൽ നിന്ന് മോചനവും ശത്രുക്കൾക്കുമേൽ ഇവർക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിക്കുമെങ്കിലും ശാരീരികമായി ഉദരത്തിന് അതത്ര നല്ലതല്ല. രോഗാവസ്ഥ, അതുപോലെ അവിടുത്തെ സെൽസിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഡീക്കേയിങ് അവസ്ഥ ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം അതിനും ശ്രദ്ധ വേണം. ബാക്കി കാര്യങ്ങൾ 6-ൽ കടബാധ്യതയിൽ നിന്ന് മോചനം, ശത്രുക്കൾക്കുമേൽ വിജയം, തങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്ന ജോലിയോ അല്ലെങ്കിൽ ദ്രവ്യമോ തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഇതെല്ലാം 6-ൽ ശനിയും സൂര്യനും കൂടെ ചെയ്യും. ബാക്കി ശാരീരികമായ അവശത പ്രത്യേകമായി ശ്രദ്ധിക്കുക. കണ്ണിനും എന്തെങ്കിലുമൊക്കെ രോഗം വരാനോട് സാധ്യത കാണുന്നു. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9, 10, 11, പിന്നെ 14 ഉച്ച കഴിഞ്ഞ് 15 നല്ല ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ: ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചോതി ഈ പറയുന്ന തുലാക്കൂറിൽപ്പെട്ട പല നക്ഷത്രക്കാരും വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അവസ്ഥ തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു. 3 തലത്തിലാണ് അവർക്ക് പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് 1, 2, 3, 4, 5 ഭാഗ്യഭാവത്തിൽ ശനി. ഭാഗ്യം എന്ന് പറയുന്നത് 5ാം ഭാവം. പൂർവ്വപുണ്യം, ഭാഗ്യം, ഈശ്വര രാശികൾ ഇതൊക്കെയാണ്. ഈശ്വരാനുഗ്രഹത്തിൻ്റെ രാശികളാണ് 5ഉം 9ഉം. അപ്പോൾ 5ാം ഭാവത്തിൽ സൂര്യനും ശനിയും പരസ്പരം ബദ്ധശത്രുക്കളായി നിൽക്കുന്ന 2 ഗ്രഹങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു ഭാഗ്യസ്ഥാനമായ 9ൽ പാപഗ്രഹമായ ചൊവ്വ. ഈ ജ്യോതിഷത്തിൽ സകല ഗ്രഹങ്ങളെക്കാളും ആത്മീയാംശമുള്ള വ്യാഴമാണെങ്കിൽ മോശം സ്ഥാനമായ ഭാഗ്യക്കേടിൻ്റെ രാശിയായി 8ൽ പോയി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ തുലാക്കൂറിനെ, ഇത് ഞാൻ ഭയപ്പെടുത്തുന്നതല്ല, തുലാക്കൂറിന് ഈ വിധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം കരുതലോടുകൂടി, അങ്ങേയറ്റം ഈശ്വരാധീനത്തോടു കൂടി പോയാൽ മാത്രമേ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിജയങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. പരമാവധി വലിയ റിസ്ക്കുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ചെറിയ ഒരു അച്ചടക്കം പാലിക്കുന്നത് ഇപ്പോൾ വളരെ നന്നായിരിക്കും. ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ എന്തെങ്കിലും അമിതാവേശത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ വൃഥാ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളോ, അത്തരം റിസ്ക് ആവശ്യപ്പെടുന്ന മേഖലകളിൽ പണം മുടക്കുന്നവർ ഇവരൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നല്ലതായിരിക്കും. മാസങ്ങൾക്ക് വെറും 1-1.5 മാസം കഴിയുമ്പോൾ വ്യാഴം 9-ലോട്ട് പോകും. മാർച്ച് 29, ഈ മാസം അവസാനത്തോടു കൂടി തന്നെ, ഒരുപക്ഷെ അടുത്ത വീഡിയോയിൽ തന്നെ അത് പറയാൻ സാധിക്കും, 16 മുതൽ 23 വരുന്നുള്ളൂ. അതിൻ്റെ അടുത്ത വീഡിയോയിൽ എന്തായാലും ശനി മാറും. ശനി 5-ൽ നിന്ന് 6-ലേക്കാണ് മാറുന്നത്. 3, 6, 11 ചന്ദ്രാൽ ശനി സഞ്ചരിക്കുന്ന കാലം ഗുണം. അങ്ങനെ വയ്ക്കുമ്പോൾ ശനിയുടെ ഭാഗത്തുനിന്ന് മാർച്ച് 29 തൊട്ടും മെയ് 14 തൊട്ട് വ്യാഴത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഇവർക്ക് വലിയ ഗുണമാണ്. ഏകദേശം മെയ് ജൂണോടുകൂടി ഈ ചൊവ്വയും 9-ൽ നിന്ന് മാറും. അതുകൊണ്ട് പൊതുവേ ഈ വർഷം പകുതിക്ക് ശേഷം തുലാക്കൂറിന് ഗുണം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അവർ മറക്കാതിരിക്കുക. എന്തായാലും ഈ ആഴ്ചത്തെ ഫലം നോക്കുമ്പോൾ അവർക്ക് തുടക്ക ദിവസം അത്ര നല്ലതല്ലെങ്കിലും പിന്നീട് വരുന്ന തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ, വെള്ളി ഉച്ചവരെയുള്ള ദിവസങ്ങൾ അവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇത് പൊതുവെയുള്ള പറച്ചിലല്ല. ഈ ആഴ്ചയിൽ സാമാന്യ ഗുണമുള്ള ദിവസങ്ങൾ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഉച്ചവരെ ഗുണമാണ്. അത് അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ എവിടെയാണോ അവിടെയെല്ലാം അവർക്ക് ഗുണം കാണുന്നു. സാമ്പത്തികമായ വരുമാനവും, അതായത് സാമ്പത്തികമായ നേട്ടവും ഈ കാലയളവിൽ അവർക്ക് ദോഷമില്ലാതെ വരുന്നു എന്ന് വേണം കാണാൻ. പ്രവർത്തനങ്ങൾ ജോലി സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല, ഏത് വിധത്തിലുള്ള പ്രവർത്തനങ്ങളായാലും, വിദ്യാർത്ഥികളായാൽ അവരുടെ പഠനം, ജോലി അന്വേഷിക്കുന്നവരായാൽ ആ ജോലി അന്വേഷിക്കൽ, മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും ചിന്തിക്കണം 10ാം ഭാവം കൊണ്ട്. അപ്പോൾ ആ കർമ്മഭാവങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് ഈ ദിവസങ്ങൾ ഗുണകരമായിട്ടാണ് കാണുന്നത്. യാത്ര കൊണ്ട് ഗുണം, സാമ്പത്തിക ലാഭം, കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നു. ബന്ധങ്ങളിൽ പവിത്രത പുലർത്താൻ സാധിക്കുന്നു. നല്ല ശ്രേഷ്ഠന്മാരുമായും ശ്രേഷ്ഠവതികളായ സ്ത്രീകളുമായിട്ടുമൊക്കെ നല്ല രീതിയിലൊരു സൗഹാർദ്ദം പുലർത്താൻ സാധിക്കുന്നു. ചില ബന്ധങ്ങൾ വിവാഹത്തിൻ്റെ
അറ്റം വരെ എത്തുന്നതായി കാണുന്നു. അത്തരം കാര്യങ്ങളുമായി ചർച്ചയുണ്ടാകുന്നു. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സമ്മേളനങ്ങളും സമാഗമങ്ങളും ഉണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവേ ഈ കാര്യങ്ങളിലൊക്കെ ഗുണമാണ് കാണുന്നത് ഈ ആഴ്ച. ഗുണമുള്ള ദിവസങ്ങൾ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 9 സന്ധ്യ കഴിഞ്ഞ് 10, 11, 12, 13, 14 ഉച്ചവരെയും ഗുണകരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാവുകയും സാമ്പത്തികമായ നേട്ടമുണ്ടാവുകയും ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. പിതാവിന് ശാരീരികമായ അവശത, ജീവിത പങ്കാളിക്ക് ശാരീരികമായ അവശത, കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. ഉദര സംബന്ധമായ രോഗം പ്രധാനമായും കാണുന്നു. ഭക്ഷണം കഴിച്ച ശേഷം പെട്ടെന്ന് ദഹനക്കേടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ഓവറായിട്ട് ആങ്സൈറ്റി വരിക, ശരീരത്തിൽ ലോവർ അബ്ഡമിൻ ഭാഗത്തൊക്കെ നല്ല വേദനയുണ്ടാവുക, നീര് കെട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ത്വക്ക് സംബന്ധമായ അസുഖവും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും ഈ അധികം സൂര്യപ്രകാശം ചെല്ലാത്ത ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, മോൺസ് വെനറിസ് ഭാഗങ്ങളിലൊക്കെ തന്നെ സ്കിൻ സംബന്ധമായ അലർജി അസുഖങ്ങൾ ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങൾ ഞാൻ പറഞ്ഞു 9, 10, 11, 12, 13, 14 ഉച്ചവരെ. അടുത്തത് വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി ഇപ്പോഴും നിൽക്കുന്നു. എന്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ഗുണമാണ്. 5ൽ ശുക്രനും ബുധനും സഞ്ചരിക്കുന്നു. ഇതിത്രയും അവർക്ക് ഗുണമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിൽ വരുന്നു ശുക്രൻ, ബുധൻ, വ്യാഴം. ഇവരുടെ അനുഗ്രഹം കൊണ്ട് തന്നെ കർമ്മമേഖല, ഭാഗ്യം, ഈശ്വരാധീനം, അറിവ്, ജോലിയിലെ ഇവരുടെ പ്രാഗൽഭ്യം, കലയിലെ പ്രാഗൽഭ്യം, മറ്റുള്ളവരുമായി ഇടപെടുന്നതിലുള്ള ഇവരുടെ വൈഭവം, ഇതെല്ലാം തന്നെ നല്ല ഗുണമായിട്ടാണ് കാണുന്നത്. പൊതുവെ ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം കഴിക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭമായി മാറുന്നു. അതുപോലെ പ്രണയാർത്ഥികൾക്ക് അവരുടെ വിരഹത്തിനൊക്കെ ഒരു അവസാനമുണ്ടാകുന്നു. തങ്ങൾക്കിഷ്ടപ്പെട്ട വ്യക്തികളും ഒത്ത് ജീവിക്കുവാനോ അല്ലെങ്കിൽ അവരുമായി സല്ലപിക്കുവാനോ ഉള്ള സമയം ഉണ്ടാകുന്നു. പലപ്പോഴും അവരുടെ മനസ്സിന് നഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇവർ വാഹനം ഉപയോഗിക്കുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ഇവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ, അത് തൊഴിലിടമായാലും ശരി, ജീവിക്കുന്ന കുടുംബമായാലും ശരി, അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റിടങ്ങളിലായാലും ശരി, വളരെ കരുതലോടുകൂടി ഓരോ കാര്യവും ചെയ്യണമെന്ന് കാണുന്നു. പ്രാർത്ഥന അല്പം കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഭരദേവത വീട്ടിൽ അവർക്ക് ഉള്ള അവരുടെ കുടുംബദേവതയെ ഉപാസിക്കണം കൃത്യമായി. അതിൻ്റെ ഒരു ഭാഗ്യക്കേട് കാണുന്നുണ്ട്. മാതാവിനും പിതാവിനുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ രോഗമോ ഒക്കെ ഉണ്ടാകാം. ചിലപ്പോൾ മാതാവുമൊത്തോ അല്ലെങ്കിൽ രക്ഷാകർതൃ സ്ഥാനത്തുള്ളവരുമൊത്തോ അല്ലെങ്കിൽ പിതാവുമായോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളുമൊക്കെ ഉണ്ടായി മാറി താമസിക്കാനുള്ളൊരു അവസരവും കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു വലിയ ശ്രദ്ധ വേണമെന്ന് പറയുന്നു. വീട്ടുമൃഗങ്ങൾ, അതുപോലെ തന്നെ ചിലർ ഈ കൃഷി, അതുപോലെ തന്നെ മൃഗങ്ങളെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, ഇവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടാകുന്ന തരത്തിൽ ഈ മൃഗങ്ങൾക്കോ വീട്ടുമൃഗങ്ങൾക്കോ തങ്ങളുടെ ഓമനകളായ വീട്ടുമൃഗങ്ങൾക്കോ അല്ലെങ്കിൽ കൃഷിക്കോ ഒക്കെ എന്തെങ്കിലും ദോഷം വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗം എന്ന് പറയാവുന്നത്, അവശത എന്ന് പറയാവുന്നത് പ്രധാനമായും അഷ്ടമത്തിലാണ്. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ സഞ്ചരിക്കുന്നത്. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പുരുഷന്മാർക്കാണ് എങ്കിൽ സ്വാഭാവികമായും അവരുടെ തന്നെ ശാരീരികമായ ക്ഷതങ്ങൾക്കത് കാരണമാവാം. അതുകൊണ്ട് തന്നെ 4ൽ ശനിയും അഷ്ടമത്തിൽ ചൊവ്വയും ആകുമ്പോൾ വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. വാഹനത്തിൽ നിന്ന് അപകട സാധ്യതകൾ ഉണ്ടാകാനുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ ഉയരങ്ങൾ കയറുമ്പോൾ, വലിയ സ്റ്റീപ്പായിട്ടുള്ള ഉയരങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും ഒക്കെ തന്നെ ശ്രദ്ധ വേണമെന്ന് കാണുന്നു. പിന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട വൃശ്ചികക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിൽ കുടുംബ ബന്ധങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്നും എപ്പോഴും കലഹത്തിനോ വേർപെട്ട് നിൽക്കുന്നതിനോ ഒക്കെ ഒരു സാധ്യത ഉണ്ടാകുന്നതായും കാണുന്നു. വ്യവഹാര സംബന്ധമായും കോടതി കയറേണ്ടതായിട്ടുമൊക്കെ വരാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12, 13, 14, 15 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ൽ ചൊവ്വ, 6ാം ഭാവത്തിൽ വ്യാഴം, 3ൽ ശനിയും സൂര്യനും, 4ൽ ശുക്രനും ബുധനും. ബുധനും ശുക്രനും 4ൽ നിൽക്കുന്നത് എന്തായാലും ഇവർക്ക് ഗുണമാണ്. കുടുംബത്തിൽ സമാധാനവും ശാന്തിയുമൊക്കെ വിളയാടും. പുതിയ വാഹനമോ
വീടോ ഒക്കെ വരാം. വീടിൻ്റെ ചുറ്റുപാടുകളും അതുപോലെ തന്നെ വീടിൻ്റെ മൊത്തത്തിലുള്ള സൗന്ദര്യവുമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാം, മോടി പിടിപ്പിക്കാം. വീട്, പുതിയ വസ്ത്രം കിട്ടുക, മറ്റെന്തെങ്കിലും സമ്മാനം ലഭിക്കുക, ഇതൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി ശുഷ്കാന്തിയോടുകൂടി ജീവിതത്തെ നേരിടാനുള്ള ഒരു മനസാന്നിധ്യം ഇവർക്കുണ്ടാകുന്നു. 7ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ സ്വാഭാവികമായും ഇപ്പോൾ ഇവർ ഒരു കലഹത്തിന് തയ്യാറായാൽ, പ്രത്യേകിച്ചും ജീവിത പങ്കാളിയുമായി ഒരു കലഹത്തിന് തയ്യാറായാൽ രണ്ടറ്റത്ത് നിൽക്കാനുള്ളൊരു സാധ്യത ഇവർക്ക് വർദ്ധിക്കും. മുമ്പ് പേടിച്ചിരുന്നവർ ഇപ്പോൾ വഴക്കുണ്ടാക്കി പിരിയാൻ സന്നദ്ധത പ്രകടിപ്പിക്കും. അതല്ല എങ്കിൽ തൻ്റെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുന്നതിൽ യാതൊരു സങ്കോചവും കാണിക്കുന്നില്ല എന്ന അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാപ്പ് വരാനോ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ശൈഥില്യമുണ്ടാവാനോ ഉള്ള സാധ്യത വർദ്ധിക്കുന്നു. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ചില കൂട്ടുകെട്ടുകൾ ഇവരിലേക്ക് പുതുതായി കടന്നു വരാം. കാരണം ലൗകിക സ്ഥാനത്താണ് ശുക്രൻ ഉച്ചനായി നിൽക്കുന്നത്. ആ ശുക്രൻ്റെ 4ലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് പോയി വേറൊന്ന് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു കലഹത്തിന് ശേഷം മറ്റൊരു സാന്ത്വനം ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരേ വ്യക്തിയിൽ തന്നെ ഒരു സമയം ഒരു കലഹമോ അഭിപ്രായ ഭിന്നതയോ കണ്ടിട്ട് മാറി നിന്നതിന് ശേഷം തിരിച്ച് ആ വ്യക്തി തന്നെ എല്ലാം തണുത്ത് തിരിച്ചു വരാനുള്ള സാധ്യത ഇങ്ങനെ കുറേ കാണുന്നുണ്ട്. ദൂരയാത്ര ചെയ്യുന്നതായി കാണുന്നു. മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ ആഴ്ച പോകാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത, ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറാനുള്ളൊരു വെമ്പൽ, ഇതൊക്കെ ഉണ്ടാകാം. പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനത്തിൻ്റെ കെടുതി ഉള്ളതുകൊണ്ട്, ഈശ്വരാധീനക്കേട് ഉള്ളതുകൊണ്ട് അല്പം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് സാമ്പത്തികമായി വിചാരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു തടസ്സമുണ്ടാകാം. അതുകൊണ്ട് പണം എത്രയും പെട്ടെന്ന് സ്വരൂപിക്കാനുള്ള ഒരു അവസരമാണ് ഇവർ നോക്കേണ്ടത്. ഒരു 1.5 മാസത്തിനകത്ത് അതിനൊക്കെ സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായി പ്രശ്നമുണ്ടെങ്കിലും, എന്നാൽ ഇപ്പോൾ കുടുംബത്തിൽ നിന്നോ മറ്റ് വകുപ്പുകളിൽ നിന്നോ ഒക്കെ ഇവർക്ക് ധനം വരാനുള്ള സാധ്യതയും കാണുന്നു. കുടുംബത്തിൽ നിന്ന്, മാതാവിൽ നിന്ന്, മാതാവിൻ്റെ കുടുംബത്തിലെ ഭാഗം വയ്ക്കലിൽ നിന്ന്, അതുപോലെ തന്നെ സഹോദരങ്ങളുടെ, സുഹൃത്തുക്കളുടെ ഒക്കെ ഇടപെടലിൽ നിന്നൊക്കെ ധാരാളം ധനം ഇവർക്ക് വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സ്വയം ഉള്ള ധനം, അല്ലെങ്കിൽ സാമ്പത്തികമായി തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ജോലി ചെയ്ത് സാമ്പത്തികമായി ഉണ്ടാക്കുന്ന നേട്ടത്തിനാണ് ചെറിയ പ്രശ്നം ഇപ്പോൾ കാണുന്നത്. തങ്ങളിലേക്ക് വരുന്ന ധനം അത് കുടുംബത്തിൽ നിന്നോ മാതാവിൽ നിന്നോ ഒക്കെ വരുന്നതിന് വലിയ ദോഷം കാണുന്നില്ല. പുതുതായി ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഇവർക്ക് ഏറ്റവും പ്രധാനമായി ഗർഭാശയവുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭാശയവുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഉദര സംബന്ധമായോ അസുഖം വരാനുള്ള സാധ്യത, മുറിവുകൾ ശരീരത്തിൽ ഉണ്ടാകാം, ചിലപ്പോൾ സർജറിക്ക് വിധേയമാകേണ്ടി വരാം. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഈ ധനുക്കൂറിൽ വരുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളവും അവർക്കും ലോവർ അബ്ഡമിൻ ഭാഗം, ജെനിറ്റൽ ഓർഗൻസ്, ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം ഭാഗങ്ങളിൽ അപകട സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അഭിപ്രായത്തിന് ഒരു സ്ഥിരീകരണം വേണമെന്നും ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാരോടും സ്ത്രീകളോടും പറയുന്നു. രണ്ടിടത്തായി മനസ്സ് നിൽക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഇവരെ അപകടങ്ങളിൽ കൊണ്ടെത്തിക്കുമെന്നും കാണുന്നു. ഇതാണ് പ്രധാനമായും പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9, ശേഷം 14, ഉച്ചയ്ക്ക് ശേഷം 15 നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി വ്യാഴത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ബുധനും ഇവർക്കിപ്പോൾ താരതമ്യേന അനുഗ്രഹത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. 3-ൽ നിൽക്കുന്ന രാഹുവും വലിയ ദോഷം ചെയ്യില്ല. 3-ലെ ശുക്രനും വലിയ ദോഷത്തെ ചെയ്യുന്നില്ല. ശുക്രൻ പ്രത്യേകിച്ചും ഉച്ചനായതുകൊണ്ട് ഒട്ടുമേ ദോഷം ചെയ്യുന്നില്ല. ഇവർക്ക് അല്പമെങ്കിലും പ്രശ്നമുണ്ടാക്കുന്ന ഒരേ ഒരു ഗ്രഹം എന്ന് പറയുന്നത് 2-ൽ നിൽക്കുന്ന ശനിയും സൂര്യനും, അതുപോലെ തന്നെ 9-ൽ നിൽക്കുന്ന കേതുവുമാണ്. 9-ലെ കേതു എല്ലാ കാര്യങ്ങളും തൊട്ടടുത്തെത്തിയാലും കപ്പ് പാത്രത്തിനും ചുണ്ടിനുമിടയിൽ പലതും നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ റിയലൈസ് ചെയ്യാൻ, യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടാൻ ചില കാര്യങ്ങൾക്ക് അല്പം കാലതാമസമുണ്ടാകും. അത് കേതു 9-ൽ നിൽക്കുന്നത് കൊണ്ടാണ് തടസ്സം. അതുപോലെ തന്നെ 2-ൽ ശനിയും സൂര്യനും, ഇതും കാര്യങ്ങളെ തടസ്സപ്പെടുത്തും. മാർച്ച് അവസാനത്തോടുകൂടി 7.5 ശനി പൂർണ്ണമായും കഴിയുന്ന ഒരു രാശിയാണ്, ഒരു കൂറാണ് മകരക്കൂറ്. അതായത് ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രക്കാർ. ഇവർക്ക് പൊതുവേ പ്രധാന തടസ്സങ്ങളും ഒക്കെ മാറുന്നു. ജീവിതം കുറച്ചുകൂടി ഊർജ്ജസ്വലമാകുന്നു. കർമ്മരംഗം കുറച്ചുകൂടി സജീവമാകുന്നു മാർച്ച് 29-ന് ശേഷം. ഇപ്പോൾ തുടക്കത്തിൽ ഇവർക്ക് ആദ്യത്തെ ഒരു 3-4 ദിവസം വളരെ നല്ലതാണ്. കടബാധ്യതയിൽ നിന്ന് മോചനം, മുടങ്ങിക്കിടന്നിരുന്ന പല പ്രവർത്തനങ്ങളും തുടങ്ങി വയ്ക്കാനുള്ള മനസ്സ്, ശത്രു പോലും മിത്രമായി വരുന്ന അവസ്ഥ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് ഒക്കെ ഇവർക്ക് ധനസഹായമോ മറ്റ് സഹകരണമോ ലഭിക്കുന്ന ഒരവസ്ഥ, അതെല്ലാം കാണുന്നു. യാത്ര കൊണ്ട് വിജയവും കാണുന്നു. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ
2-3 ദിവസങ്ങൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ ആഴ്ചയുടെ നേർ പകുതിക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ, പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ, അങ്ങനെ രണ്ടായി വിഭജിച്ചാൽ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ താരതമ്യേന ദോഷമാണ്. പ്രത്യേകിച്ചും അപ്രതീക്ഷിതമായി ശാരീരികമായ അവശത, നീർത്താഴ്ചയുടെ പ്രശ്നങ്ങൾ, സൈനസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കഫപ്രകൃതി ഉള്ളവർക്കോ ദോഷം ആരോഗ്യകരമായി. സാമ്പത്തികമായി അപ്രതീക്ഷിതമായി ധനം ഈ സമയത്ത് വന്നു ചേരാം, ആഴ്ചയുടെ പകുതിക്ക് ശേഷവും വന്നു ചേരാം, പക്ഷേ ശാരീരികമായി നല്ലതല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ പിതാവിനും അത്ര നല്ലതല്ല, യാത്രകൾ മാറ്റിവെക്കേണ്ടതായി വരുമെന്നും കാണുന്നു. ഇതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. ആഴ്ചയുടെ ആദ്യ പകുതി താരതമ്യേന ഗുണമാണ്. ജോലി സംബന്ധമായ കാര്യങ്ങളിലും ലക്ഷ്യം നേടുന്ന ഏത് പ്രവർത്തനങ്ങളും ആ ലക്ഷ്യത്തെ അത് നേടുമെന്ന് തന്നെ കാണുന്നു. സാമ്പത്തികമായിട്ടുള്ള ഗുണം കാണുന്നുണ്ട്. അത് ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിക്ക് ശേഷവും അപ്രതീക്ഷിതമായ ധനസഹായമൊക്കെ കാണുന്നുണ്ട്. ശാരീരികമായ അവശതയാണ് പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി നട്ടെല്ല് സംബന്ധമായോ അതുപോലെ തന്നെ ഈ ലോവർ ഭാഗങ്ങളെന്ന് പറയുമ്പോൾ കാലിൻ്റെ മസിൽ, മുട്ടിന് താഴെയുള്ള പിൻഭാഗത്തെ മസിൽ, കാൽഭാഗം, ഈ ഭാഗത്തൊക്കെ വേദന, ശാരീരികമായ മറ്റ് ഈ ചുവന്ന് തടിച്ച് ചില വാദസംബന്ധമായ അസുഖത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ, അതൊക്കെ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. ഇത്തരം അസുഖങ്ങൾ നേരത്തെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനിടയും കാണുന്നു. അതുകൊണ്ട് അതായിരിക്കാം ഒരുപക്ഷെ ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ ഇവർക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതും യാത്ര മാറ്റിവെക്കേണ്ടി വരുന്നതുമൊക്കെ. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10, 11 നല്ലതാണ്, താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം. 2-ൽ സഞ്ചരിക്കുന്ന ശുക്രനും ബുധനും മാക്സിമം ഗുണം ഇവർക്ക് നൽകും. സൗമ്യമായി ഓരോ കാര്യങ്ങളിലും ഇടപെടാനും ജോലി സ്ഥലത്ത് ഇവർക്ക് കുറച്ചുകൂടി ആദരവും മികവും ഒക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ തിളക്കം ഇവർക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി നല്ല വരുമാനമുണ്ടാകുന്നു. നന്നായി തങ്ങളുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ ഇവരുടെ കർമ്മരംഗത്തുള്ളവർക്ക് തന്നെ മനസ്സിലാവുന്നു. നാളിതുവരെ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും ഇവരെക്കുറിച്ച് ബോധ്യപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ. 4-ൽ നിൽക്കുന്ന വ്യാഴവും ഇവർക്ക് ലൗകികമായ ഒരുപാട് ഗുണങ്ങളെ സമ്മാനിക്കും. സ്വന്തം വീട്, ജീവിത പങ്കാളി, കുടുംബത്തിൽ പുതിയ ഫർണിച്ചർ വാങ്ങുന്നതിനുള്ള അവസ്ഥ, വാഹനം പുതിയത് വരുന്നതിൻ്റെയോ അതുമായി ബന്ധപ്പെട്ട് സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ കേൾക്കുന്നതോ ഒക്കെ ആകുന്നു. എന്നാൽ മാതാവിന് ശാരീരികമായ അവശത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കാസരോഗത്തിന് അടിപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് അല്പം ഗൗരവതരമായ അവസ്ഥയിലേക്ക് മാറാനുള്ള അവസ്ഥ കാണുന്നു. അവർക്കും മോശം സമയമാണെങ്കിൽ അത് വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാതാവുമൊത്തുള്ള യാത്ര ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. പ്രത്യേകിച്ച് ഈ ജലസാമീപ്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന വയോധികരായ സ്ത്രീകളാണെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് അസുഖങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ കുംഭക്കൂറിൽപ്പെട്ടവരുടെ മാതാക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ സന്താനങ്ങൾക്കും അത്ര ദോഷമല്ല. അതായത് തൊട്ട് മുമ്പുള്ള തലമുറയും ശേഷമുള്ള തലമുറയ്ക്കും അല്പം ദോഷം കാണുന്നുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും കർമ്മരംഗത്തും അവർക്ക് ഗുണമാണ്. യാത്ര കൊണ്ട് ഗുണമാണ്. വളർത്തുമൃഗങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. അത് കൃഷിയായാലും ശരി, ഗാർഡനിങ് ആയാലും ശരി, മറ്റ് പെറ്റ്സ് ആയാലും ശരി, അവർക്ക് ചെറിയ അവശത കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ബാക്കി സാമ്പത്തികമായ ഗുണം, ജോലിയിൽ മികവ്, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ ജോലിയോ അതിലും ഗുണമൊക്കെ കാണുന്നു. പൊതുവെ അത്തരം കാര്യങ്ങളിൽ കുംഭക്കൂറിന് നല്ലതാണ്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10, 11, 12, 13, 14 ഉച്ചവരെ. 9 സന്ധ്യ കഴിഞ്ഞ് 10, 11, 12, 13, 14 ഉച്ചവരെയാണ് അവർക്ക് ഗുണം. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ൽ വ്യാഴം, 4-ൽ ചൊവ്വ, 7-ൽ കേതു, 12-ൽ സൂര്യനും ബുധനും. ജന്മത്തിൽ ബുധൻ, ശുക്രൻ, രാഹു. എന്തായാലും ബുധനും ശുക്രനും ഒരുമിച്ച് ജന്മത്തിൽ നിൽക്കുന്നത്, ശുക്രൻ്റെ ഗുണമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക. ബുധൻ ജന്മത്തിൽ അത്ര നല്ലതല്ല. ബുധൻ അവിടെ നീചനാണ്. ശുക്രന് അതുകൊണ്ട് തന്നെ നീചഭംഗ രാജയോഗവുമുണ്ട്. കാരണം ശുക്രൻ അവിടെ ഉച്ചനായി നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ ഗുണങ്ങളായിരിക്കും കൂടുതൽ കിട്ടുക. സ്വന്തം ശാരീരിക വ്യക്തിത്വം നന്നായി പ്രദർശിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ സൗന്ദര്യം ഈ കാലത്ത് വർദ്ധിക്കാം. തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള പ്രതിച്ഛായയും വർദ്ധിക്കാം, പ്രത്യേകിച്ചും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ആണുങ്ങൾക്കും പുരുഷന്മാർക്കും അവരുടെ ഇംപ്രഷൻ കുറച്ചുകൂടി ശക്തമാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ വർധനവായി മാറുകയും
കർമ്മരംഗത്തും അതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും അവർക്ക് കൂടുതൽ ശ്രദ്ധ നേടാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ലാഭം, വിദേശത്തു നിന്ന് വരുമാനം, 7ാം ഭാവത്തിലേക്കും ഈ ശക്തി പകരുന്നതുകൊണ്ട് വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ പ്രവർത്തനങ്ങളോ കൂടുതൽ തിളക്കമുള്ളതാക്കാൻ സാധിക്കുന്നു. അത് സാമ്പത്തികമായ വർധനവിന് സാധ്യതയൊരുക്കുന്നു. അത്തരം കാര്യങ്ങളൊന്നും ദോഷമില്ല. സാമ്പത്തികമായിട്ട് ഇവർക്ക് കുറച്ച് ഞെരുക്കമുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ആ വ്യാഴമാണ് ഇപ്പോൾ ഇവർക്ക് ഗുണമായി നിൽക്കുന്നത്. ജനിച്ച സമയത്ത് ഒരു ഗ്രഹങ്ങൾ നിൽക്കുന്നത് വെച്ചാണ് യോഗം പറയുന്നതെങ്കിലും ഇവിടെ ശുക്രൻ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലും വ്യാഴം ശുക്രൻ്റെ ക്ഷേത്രത്തിലും നിൽക്കുന്നത് കൊണ്ട് ശുഭഗ്രഹങ്ങളുടെ ഒരു പരിവർത്തന സ്ഥാനം ഇവിടെയുണ്ട്, പരിവർത്തന ഭാവം. അത് സ്വാഭാവികമായും പരിവർത്തന യോഗം എന്ന് പറഞ്ഞുകൂടെങ്കിലും അത് ലഗ്നാൽ ജനിച്ച സമയത്തുണ്ടെങ്കിലേ പറയാവൂ. അതിൻ്റെ ചെറിയ ലാഞ്ചനയെങ്കിലും ഇവർക്കിപ്പോൾ കിട്ടണം. അതിൻ്റെ അർത്ഥം വ്യാഴം 3-ൽ വ്യാഴം 3-ൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായിരുന്ന സാമ്പത്തികമായ ഞെരുക്കം ഇപ്പോൾ ഇവർക്ക് മാറാം. മീനക്കൂറുകാർക്ക് കുറച്ച് സാമ്പത്തിക നേട്ടമുണ്ടാവാം. പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി കാര്യക്ഷമത വരാം. തങ്ങളെക്കുറിച്ചുള്ള ഇംപ്രഷൻ മറ്റുള്ളവരിൽ വർദ്ധിപ്പിക്കാൻ സാധ്യമാവുന്ന തരത്തിൽ ഇവരുടെ വ്യക്തിത്വം വർദ്ധിക്കാം. അതുകൊണ്ട് പൊതുവേ ഗുണകരമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ച് നിരാശ സ്ത്രീകൾക്കുണ്ടാവുമെങ്കിലും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കുണ്ടാകുമെങ്കിലും അത് പിന്നീട് അതിജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ ഈ ആഴ്ച ഇവർക്ക് ഗുണകരമാണ്. ആഴ്ചയുടെ പകുതിക്ക് ശേഷമാണ് കൂടുതൽ ഗുണം കാണുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്ന മുടക്കം, കടബാധ്യത, അതിൽ നിന്നൊക്കെ മോചനമുണ്ട്. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, കുറച്ചു കാലമായി പിണക്കത്തിൽ നിന്നിരുന്നവർ തിരിച്ചു വരുന്നു. കലഹമൊക്കെ അവസാനിപ്പിച്ച് അവരിൽ നിന്ന് സഹായം ഇവർക്കുണ്ടാകുന്നു. തിരിച്ചങ്ങോട്ടും സഹായത്തിനായിട്ട് ഒരുപാട് സാധ്യതകൾ വരുന്നു. സാമ്പത്തികമായി നല്ല ലാഭം, യാത്ര, മുടങ്ങിക്കിടന്നിരുന്ന യാത്ര അനുകൂലമാവുന്നു. അതുകൊണ്ട് വിജയവും കർമ്മരംഗത്ത് കൂടുതൽ തിളക്കം ഇവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പൊതുവേ ആഴ്ചയുടെ 2ാം പകുതി ഇവർക്ക് കൂടുതൽ ഗുണകരമാണ്. അത് സാമ്പത്തികമായ നേട്ടത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തനങ്ങളിലെ വിജയത്തിൻ്റെ കാര്യത്തിലും. ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗാവസ്ഥ എന്ന് പറയാവുന്നത് ഇപ്പോഴും അഷ്ടമാധിപനായ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നതിനാലും അതുപോലെ തന്നെ ഈ രാഹു ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ടും സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ, അണുബാധ ശരീരത്തിനുണ്ടാകാമെന്ന് കാണുന്നു. ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ ഉള്ള അസുഖങ്ങൾ ഉണ്ടാകാം. ജലരാശി ആയതിനാൽ നീർവീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. സൂര്യൻ 12-ൽ നിൽക്കുന്നത് കൊണ്ട് ഹൃദയം, ഞരമ്പുകൾ, നയനം ഈ ഭാഗത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുമൊക്കെ ഉണ്ടാകാം. ശനിയും സൂര്യനും ഒരുമിച്ച് നിൽക്കുന്നതിനാൽ വാതസംബന്ധമായ ദോഷങ്ങളുള്ളവർക്ക് അത് വർദ്ധിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് വരുമെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഏറ്റക്കുറച്ചിലുകളോടുകൂടി ചിലതൊക്കെ വന്നേക്കാം. അവനവൻ ശ്രദ്ധിക്കുന്ന കർമ്മം കൂടി വളരെ പ്രധാനമാണല്ലോ. സ്വന്തം ശരീരവും ആരോഗ്യവും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിക്ക് അതിൻ്റേതായ ഏറ്റക്കുറച്ചിലുകൾ എന്തായാലും ഉണ്ടാവും. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 12, 13, 14, 15 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ശനിദോഷത്തിന് ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കളെ ഉപദ്രവിക്കാതെയെങ്കിലും ഇരിക്കുക. സാധിക്കുമെങ്കിൽ ആഹാരം കൊടുക്കുക. അതുപോലെ തന്നെ ശനീശ്വര ക്ഷേത്രത്തിൽ ഭക്തിപൂർവ്വം ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ കറുത്ത പട്ട് സമർപ്പിക്കുക. നീരാഞ്ജനം, എണ്ണ കിഴികെട്ടി, എള്ള് കിഴികെട്ടി കത്തിക്കുക. അത് ശാസ്താവിൻ്റെ അമ്പലത്തിലും ധർമ്മശാസ്താവിൻ്റെ അമ്പലത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ പോയിട്ട് ചെയ്യാവുന്നതാണ്. ശനിയാഴ്ച രാവിലെ ഉദയം മുതൽ 1 മണിക്കൂറിനകത്ത് ചെയ്യുന്നത് ഏറ്റവും ഉത്തമം. കറുത്ത വസ്ത്രം ധരിക്കുന്നതും നല്ലത്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ ജപിക്കുക. വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയം തൊട്ട് 1 മണിക്കൂറിനകം വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമം. മഞ്ഞപ്പട്ട് സമർപ്പിക്കാം. പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ആവാം. അതുപോലെ ഓം നാഗായ നമ എന്ന് രാഹുദോഷത്തിന് ജപിക്കുക. നാഗങ്ങൾക്ക് 100 പാലും നൽകുക. അതുപോലെ തന്നെ അർച്ചന കൊടുക്കുക പക്കനാളിനോ അല്ലെങ്കിൽ ആയില്യം നാളോ വരുമ്പോൾ. അതുപോലെ ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ജപിക്കുക. കേതുവിൻ്റെ ദോഷത്തിന് കറുകമാല അർപ്പിക്കുക ഗണപതിക്ക്. പിന്നീട് തേങ്ങ ഉടയ്ക്കാം. അതുപോലെ തന്നെ ഉണ്ണിയപ്പ നിവേദ്യമൊക്കെ വളരെ ഉത്തമം. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.